ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം നമുക്കിന്ന് സിലോപ്പി മീൻ വെച്ചിട്ട് ഒരു മീൻ കറി ഉണ്ടാക്കാം. എണ്ണയൊന്നും അധികം ഉപയോഗിക്കാണ്ട് ചെറിയ തോതിൽ എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൊരു ഫിഷ് കറിയാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുള്ള കുടംപുളി ഇട്ട് കൊടുക്കാം. 4-5 കുടംപുളി ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുള്ള നല്ല എരിവുള്ള മുളക് പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഇളക്കിയെടുക്കണം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവപ്പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ കൈ കൊണ്ട് ഞെരടി മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് നല്ല ഞെരടി യോജിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാവേ. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കും. ഇതിൽ ചാറ് കുറവാണല്ലോ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് പൊടികൾ വറുത്ത പദത്തിൽ തന്നെ ബാക്കിയൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കതൊരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒരു വലിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇത് നമുക്കൊരു മീഡിയം തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് എണ്ണയാണ് തേച്ച് കൊടുക്കേണ്ടത്. നമുക്കൊന്ന് വേവാറാകുമ്പോൾ ചേർത്ത് കൊടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി വെക്കുക, തിളച്ചില്ല എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇപ്പോൾ ഇത് ഏകദേശം നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എത്രയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള 1 കിലോ സിലോപ്പിയ മീനാണ് ചേർക്കുന്നത്. അപ്പോൾ മീനെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മീനെല്ലാം ഫുള്ളതിൽ നിരത്തി കൊടുക്കാം. പിന്നെ ഈ മീൻ കറി ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ഇതിൻ്റെ കൂടെ പച്ചക്കായ വേണമെങ്കിൽ ഇടാം കേട്ടോ. പച്ചക്കായ ഇടാം, ചേമ്പ് ഇടാം, മുരിങ്ങക്കായ ഇടാം. ഓരോ പ്രദേശത്ത് ഓരോ രീതിയിലാണല്ലോ വയ്ക്കുക. അപ്പോൾ പച്ചമാങ്ങ ഇടാം. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിതിൻ്റെ മീനെല്ലാം നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തവിയും കൊണ്ടൊന്ന് എല്ലാം ഒപ്പാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മീൻ വെന്തിട്ടുണ്ട്. അപ്പം കുറച്ച് ഒരു 7-8 മിനിറ്റ് കൊണ്ട് മീൻ വെന്ത് കിട്ടും. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കി നോക്കാം. ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉലുവപ്പൊടി നമുക്ക് നേരത്തെ ചേർത്തത് കൊണ്ട് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ ടൈമിൽ കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ നമുക്കിതിൻ്റെ പുറത്തു കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ആകെ ഉപയോഗിക്കുന്നത് 1 ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഈ മീൻ കറിക്ക് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള മീൻ കറിയാണ്. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നമുക്കിതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.